നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പ്രവാസികൾക്ക് സ്വയം തൊഴിൽ ബിസിനസ് വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. OBC മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കും വിദേശത്ത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയവരുമായ പ്രവാസികൾക്ക് സ്വയം തൊഴിൽ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ ധനസഹായം നൽകുന്ന സംസ്ഥാന പിന്നോക്ക വിഭാഗത്തിന്റെ വികസന കോർപ്പറേഷന്റെ റീടേൺ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. കാർഷിക, ഉൽപാദന, സേവന മേഖലകളിലുള്ള ഏതു സംരംഭത്തിനും വായ്പ അനുവദിക്കും. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്, വാഹനങ്ങൾ വാങ്ങുന്നതിനും വായ്പ ലഭിക്കും. 6 മുതൽ 8% വരെ പലിശ നിരക്കിൽ പരമാവധി 30 ലക്ഷം രൂപ വരെ പദ്ധതിയിൽ വായ്പയായി അനുവദിക്കും. തിരിച്ചടവ് കാലാവധി 84 മാസമാണ്. പ്രായപരിധി 65 വയസ്സും. നോർക്ക റൂട്ട്സ് ശുപാർശ ചെയ്യുന്ന പ്രവാസികൾക്കാണ് പദ്ധതി പ്രകാരം വായ്പ അനുവദിക്കുക. കുവൈത്തിൽ പൊതുഗതാഗത സംവിധാനത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ പദ്ധതിയുമായി ക്യാപിറ്റൽ ഗവർണറേറ്റ്. കുവൈറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനിയുടെ പങ്കാളിത്തത്തോടെ നടപ്പാക്കിയ സൗജന്യ പൊതുജന സവാരി പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് ഗവർണർ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് നിർവഹിച്ചു. തലസ്ഥാന നഗരിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുബാറക്കിയയിലേക്ക് KPCT ബസ്സുകൾ സൗജന്യ സർവീസ് ഒരുക്കി. പൊതുഗതാഗത സംവിധാനത്തിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. രാജ്യത്തെ പരമ്പരാഗത വ്യാപാര വിനോദസഞ്ചാര കേന്ദ്രമായ സുഖ് മുബാറക്കിയിലേക്കുള്ള സന്ദർശക പ്രവാഹം എളുപ്പമാക്കുക, ഗതാഗത തിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യവുമുണ്ട്. ആദ്യഘട്ടത്തിൽ 3 റൂട്ടുകളിലാണ് ഈ സേവനം ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യൻ വാക്സിനുകളായ കോവിഷീൽഡും കോവാക്സിനും 110 രാജ്യങ്ങളുടെ അംഗീകാരം. ഇനി ഇന്ത്യൻ വാക്സിനുകൾ സ്വീകരിച്ചവർക്ക് ലോകത്തെവിടെയും കൊറോണ നിയന്ത്രണങ്ങളിൽ ഇളവുകളോടെ യാത്ര ചെയ്യാം. വിദ്യാഭ്യാസ, ബിസിനസ്, വിനോദ ആവശ്യങ്ങൾക്കായി വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ഇനി മുതൽ ക്വാറന്റൈൻ നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല. വാക്സിനുകളുടെ പരസ്പര അംഗീകാരത്തിന് സർക്കാർ നീക്കം ശക്തമാക്കിയതോടെയും ലോകാരോഗ്യ സംഘടന അടിയന്തരാനുമതി നൽകുകയും ചെയ്തതോടെയാണ് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യൻ വാക്സിന് അംഗീകാരം നൽകിയത്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ പരസ്പരം അംഗീകരിക്കുന്നതിന് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യങ്ങളും നിലവിൽ കരാറിൽ ഏർപ്പെടാതിരുന്ന രാജ്യങ്ങളും ഇപ്പോൾ വാക്സിനുകൾ അംഗീകരിച്ച 110 രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഉണ്ട്. പഠനത്തിനൊപ്പം തൊഴിൽ ചെയ്യാൻ സംവിധാനം ഒരുക്കുന്ന പുതിയ തൊഴിൽ നിയമ സംഹിത പുറത്തിറക്കാനൊരുങ്ങി UAE. 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഒഴിവു സമയങ്ങളിൽ നിയമാനുസൃതമായി തൊഴിൽ ചെയ്യാൻ അവസരം നൽകുന്നത്. മാതാപിതാക്കളുടെ രേഖാമൂലമുള്ള അനുമതി, വൈദ്യപരിശോധനാ റിപ്പോർട്ട് എന്നിവയുണ്ടെങ്കിൽ ജോലിക്ക് അപേക്ഷിക്കാം. 6 മണിക്കൂർ വരെയാണ് ജോലി എടുക്കാവുന്നത്. 1 മണിക്കൂർ വരെ വിശ്രമ സമയം അനുവദിക്കും. രാത്രി 7 മുതൽ രാവിലെ 7 വരെയുള്ള സമയങ്ങളിലും പൊതു അവധി ദിനങ്ങളിലും ജോലി എടുക്കാൻ പാടില്ല. കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ജോലികളും അനുവദിക്കില്ല. രാത്രിയിൽ ഏറ്റവും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന ലോകത്തിലെ 1ാമത്തെ രാജ്യമായി UAE. ഗാലപ്പ് ഗ്ലോബൽ ലോ ആൻഡ് ഓർഡർ സൂചികയിലാണ് UAE 1ാം സ്ഥാനത്തെത്തിയത്. സർവേയിൽ പങ്കെടുത്ത 95% പേരും UAE തിരഞ്ഞെടുത്തു. 93% പേർ തിരഞ്ഞെടുത്ത നോർവേയാണ് 2ാം സ്ഥാനത്തുള്ളത്. ക്രമസമാധാന സൂചികയിൽ 1 പോയിന്റ് വ്യത്യാസത്തിൽ UAE 2ാം സ്ഥാനത്തെത്തി. 93 പോയിന്റാണ് UAEക്ക് ലഭിച്ചത്. 94 പോയിന്റ് നേടി നോർവ 1ാം സ്ഥാനത്തെത്തി. ജനങ്ങൾക്ക് സ്വന്തം സുരക്ഷയിലും നിയമവാഴ്ചയിലുമുള്ള വിശ്വാസം അടിസ്ഥാനമാക്കിയാണ് സൂചിക തയ്യാറാക്കിയത്. ദുബായ് എയർ ഷോയ്ക്ക് പരിസമാപ്തി. എയർ ഷോയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ എയറോബാറ്റിക്സ് ടീമും UAEയുടെ അൽ ഫുർസാൻ ഡിസ്പ്ലേ സംഘവും ദുബായ് ആകാശത്ത് ഫ്ലൈപാസ്റ്റ് നടത്തി. ബുധനാഴ്ചയാണ് സൂര്യകിരണും അൽ ഫുർസാൻ സംഘവും ചേർന്ന് ഫ്ലൈപാസ്റ്റ് നടത്തിയത്. ബുർജ് ഖലീഫ, പാം ജുമൈറ, ബുർജ് അൽ അറബ് എന്നിവിടങ്ങളിലാണ് വ്യോമാഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത്. ഇന്ത്യയുടെ തേജസ് വിമാനവും പ്രദർശന പറക്കലിൽ പങ്കെടുത്തു. വ്യോമാഭ്യാസ പ്രകടനങ്ങളിൽ സൗദി അറേബ്യയുടെ സൗദി ഫോക്സ്, റഷ്യയുടെ റഷ്യൻ നൈറ്റ്സ്, ഇന്ത്യയുടെ സൂര്യകിരണും വ്യോമസേനയുടെ സാരംഗും പങ്കാളികളായി. ഖത്തറിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 314 കമ്പനികൾക്കെതിരെ നടപടിയെടുക്കാൻ തൊഴിൽ മന്ത്രാലയം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. ഒക്ടോബർ 1 മുതൽ നവംബർ 15 വരെയുള്ള കാലയളവിലാണ് ഇത്. കരാർ, പബ്ലിക് സർവീസ് മേഖലകളിലാണ് നിയമലംഘനം നടത്തിയ കമ്പനികൾ പ്രവർത്തിച്ചിരുന്നതെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. പ്രവാസി തൊഴിലാളികളുടെ ശമ്പളമോ വേതനമോ നൽകുന്നതിൽ കാലതാമസം വരുത്തുകയോ ഇവ നൽകാതിരിക്കുകയോ ചെയ്യുന്ന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനുള്ള 2004 തൊഴിൽ നിയമം നമ്പർ 14 അടിസ്ഥാനമാക്കിയാണ് 314 കമ്പനികൾക്കെതിരെ നടപടിയെടുത്തത്. പ്രവാസി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിൽ മന്ത്രാലയം വളരെയധികം ജാഗ്രത പുലർത്താറുണ്ട്. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്യോഗസ്ഥർ പരിശോധനകൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.